ഡയറക്ടർ അന്നാബെലിൻ്റെ ഡയറക്ഷനാണ്. ആ ഒരു അന്നാബെൽ എന്ന് നമ്മളെ ഒന്ന് ശരിക്കും വിറപ്പിക്കുന്ന സിനിമയാണ്. അതേപോലെ ആയിരിക്കുമെന്ന് വിചാരിച്ച് കയറി, പക്ഷേ അതിൻ്റെ അടുത്തെങ്ങും എത്തില്ല. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. ആവറേജ് എന്നോ ബിലോ ആവറേജ് എന്നൊക്കെ പറയാൻ പറ്റുന്ന നമ്മൾ പേടിപ്പെടുത്തില്ല ആ സിനിമ. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം. അൺടിൽ ഡാൺ ഒരു ആവറേജ് മൂവി എന്നേ പറയാൻ പറ്റും. എന്ന് പറയുമ്പോൾ എൻ്റെ ഡയറക്ടർ അന്നാബെലിൻ്റെ ഡയറക്ഷനാണ്. ആ ഒരു അന്നാബെൽ എന്ന് നമ്മളെ ഒന്ന് ശരിക്കും വിറപ്പിക്കുന്ന സിനിമയാണ്. അതേപോലെ ആയിരിക്കുമെന്ന് വിചാരിച്ച് കയറി, പക്ഷേ അതിൻ്റെ അടുത്തെങ്ങും എത്തില്ല. പിന്നെ അതിൻ്റെ BGM ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഒരു ആവറേജ് എന്നേ പറയാൻ പറ്റും. നമ്മൾ ഒരു സോംബി ടൈപ്പ് മൂവിയാണ്. നമ്മൾ ഈ ഇടയ്ക്ക് നമ്മുടെ ഇറങ്ങിയ സിന്നേഴ്സ് അതും ആ ഒരു ടൈപ്പാണ്. പക്ഷേ സിന്നേഴ്സിനെക്കാട്ടിയും കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് പറയാം അൺടിൽ ഡോൺ. പിന്നെ ആക്ടേഴ്സിൻ്റെ എല്ലാം പെർഫോമൻസ് കൊള്ളാം. പിന്നെ നമ്മളങ്ങ് ഭയപ്പെടുത്തില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പെട്ടെന്ന് ഒരു തലയോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ സിനിമ ഞെട്ടിച്ചുകൊണ്ടിരിക്കും. അല്ലാതെ മൊത്തത്തിൽ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ട് നമ്മളെ പേടിപ്പെടുത്തുന്ന സിനിമയേ അല്ല. അതുകൊണ്ട് തന്നെ അതിനൊരു അത്ര ഭയങ്കര ക്വാളിറ്റി ആയിട്ടൊന്നും ഞാൻ തോന്നിയില്ല. പിന്നെ ഇതിൽ കഥാപാത്രങ്ങൾ ഒരു ടൈം മെഷീൻ പോലെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. പറയുമ്പോൾ കഥാപാത്രം ഒരു ദിവസം 24 മണിക്കൂർ പൂർത്തിയാകുമ്പം അതിലുള്ള ഇവരെല്ലാം പരസ്പരം കുത്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർ മരിക്കും. പിന്നെ വീണ്ടും അവർ ജീവനോടെ തിരിച്ചു വരും. അങ്ങനെ 1-2 തവണയാകുമ്പോൾ നമുക്കങ്ങ് മടുക്കും. അങ്ങനെ ഈ സിനിമയ്ക്ക് തുടങ്ങി തീരുന്നതിനിടയിൽ ഇവരൊരു പല രീതിയിൽ ഒരു 8-10 തവണ മരിക്കുന്നതായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. അത്ര ഒരു മികച്ച സിനിമയൊന്നും പറയാൻ പറ്റില്ല. ഒരു ആവറേജ് എന്നോ ബിലോ ആവറേജ് എന്നൊക്കെ പറയാൻ പറ്റുന്ന നമ്മൾ പേടിപ്പെടുത്തില്ല ആ സിനിമ. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം.